41 വർഷങ്ങൾക്ക് മുൻപാണ് പ്രിയദർശൻ ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമ തുടങ്ങാൻ പോവുന്നു. ഏകദേശ കഥയെ മനസ്സിലുള്ളൂ. തിരക്കഥയാകട്ടെ ഒരു വരി പോലും എഴുതിയിട്ടുമില്ല. അപ്പോൾ കൂത്തുപറമ്പിൽ നിന്നും ശ്രീനിവാസൻ പ്രിയദർശനെ കാണാൻ വന്നു. ശ്രീനിയെ പ്രിയൻ അതിനു മുൻപ് തന്നെ ചെന്നൈയിലെ സിനിമാ സർക്കിളുകളിൽ നിന്ന് പരിചയമുണ്ടായിരുന്നു. എന്താണ്? പ്രിയൻ ചോദിച്ചു. സിനിമയിൽ അഭിനയിക്കണം, ശ്രീനി പറഞ്ഞു. അപ്പോൾ പ്രിയൻ, അഭിനയിക്കണമെങ്കിൽ എഴുതണം. എന്ത്? തിരക്കഥ? എനിക്ക് തിരക്കഥ എഴുതാനൊന്നും അറിയില്ല, ശ്രീനി പറഞ്ഞു. എന്നാൽ റോളുമില്ല, നാട്ടിലേക്ക് മടങ്ങിക്കോളൂ, അങ്ങനെ പറയുകയേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ എന്ന് പ്രിയൻ പറയുന്നു. ശ്രീനി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, തിരിച്ചു പോവാൻ എനിക്ക് ഭയമുണ്ടായിട്ടല്ല, തിരിച്ചു പോയിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ എന്തു ചെയ്യും എന്ന് പ്രിയൻ ചോദിച്ചു. ശ്രീനി പറഞ്ഞു, എഴുതുക തന്നെ. എന്നാൽ പേപ്പറും പേനയും ഇതാ, തുടങ്ങിക്കോളൂ എന്ന് പ്രിയൻ പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസൻ എന്ന പ്രതിഭാശാലിയായ തിരക്കഥാകൃത്ത് പിറന്നു. പ്രിയൻ മാത്രമല്ല, സത്യൻ അന്തിക്കാടും ഇതേ തന്ത്രം ഉപയോഗിച്ച് ശ്രീനിയെ കൊണ്ട് ഒട്ടേറെ സിനിമകൾ എഴുതിച്ചിട്ടുണ്ട്. തിരക്കഥയ്ക്ക് അവാർഡ് ലഭിച്ചപ്പോൾ ശ്രീനി ഒരിക്കൽ പറഞ്ഞു, സത്യനും പ്രിയനുമാണ് എന്നെ എഴുത്തുകാരനാക്കിയത്, അതുകൊണ്ട് ഈ അവാർഡിന് അവരാണ് അവകാശികൾ. സിനിമയിലൂടെ പരിചയപ്പെട്ട് ജീവിതം മുഴുവൻ നീളുന്ന സുഹൃത്തായി മാറിയ ഒരേ ഒരാളെ എനിക്കുള്ളൂ, അത് ശ്രീനിയാണ് എന്ന് പ്രിയൻ ഒരിക്കൽ പറഞ്ഞു. ശ്രീനിയുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു. കാരണം ശ്രീനിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. സാഹിത്യം, സിനിമ, രാഷ്ട്രീയം, സമകാലിക സമൂഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും സൂക്ഷ്മ നിരീക്ഷകനായിരുന്നു ശ്രീനിവാസൻ. വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവയൊക്കെ ഒഴുകി ഒഴുകി വരും. അതൊരു പണ്ഡിതൻ്റെ പ്രഭാഷണമായിരുന്നില്ല, എല്ലാറ്റിനെയും മൂന്നാം കണ്ണുകൊണ്ട് കാണുന്ന വിദൂഷകൻ്റെ ഫലിത ഭാഷണങ്ങളായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ശ്രീനി പ്രിയന് അധ്യാപകനായത് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെയായിരുന്നു. എൻ്റെ സിനിമാ സങ്കല്പങ്ങളെ അടിമുടി മാറ്റിപ്പണിത് ശ്രീനിവാസനാണ്, പ്രിയൻ പറയുന്നു. സിനിമ എന്ന മാധ്യമത്തോട് ഞാൻ സത്യസന്ധത പുലർത്തുന്നില്ല എന്നെപ്പോഴും ശ്രീനി പറയുമായിരുന്നു. വെള്ളാനകളുടെ നാട് എന്ന സിനിമ ശ്രീനി എഴുതിയതാണ്. അതിൽ റോഡ് റോളർ പുറകോട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാതെ റോഡ് റോളർ പുറകോട്ട് പോവില്ല. ശാസ്ത്രീയമായി അത് തെറ്റാണ്, പക്ഷേ ഞാനത് ചിത്രീകരിച്ചു. സിനിമ കണ്ടതിനു ശേഷം ശ്രീനി പറഞ്ഞു, റോഡ് റോളർ ഒരിക്കലും ഇങ്ങനെ പുറകിലേക്ക് പോവില്ല. ഞാൻ ചോദിച്ചു, എന്നാര് പറഞ്ഞു? ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വരുന്നത്. പഠിക്കുമ്പോഴല്ലേ ശ്രീനിക്കത് മനസ്സിലായുള്ളൂ, അതിനു മുൻപ് അറിയില്ലല്ലോ, അതാണ് കളി എന്ന് പ്രിയനും പറഞ്ഞു. കള്ളത്തരം കാണിച്ച് ആളെ വിശ്വസിപ്പിക്കാൻ നിന്നേക്കാൾ കഴിവുള്ള ഒരാളില്ല എന്ന് പറഞ്ഞ് ശ്രീനി മിണ്ടാതിരുന്നു.